കോഴിക്കോട് പുതിയങ്ങാടിയിൽ തലമുറകളായി ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചു വരുന്ന വഴി കെട്ടിയടയ്ക്കാനുള്ള റെയിൽവേ അധികൃതരുടെ ശ്രമം കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും രാജ്യസഭാംഗവുമായ ഇളമരം കരീം എംപിയുടെ ഇടപെടലിലൂടെ നിർത്തിവെച്ചു. കോഴിക്കോട് പുതിയങ്ങാടിയിലുള്ള റെയിൽവേ മുറിച്ചു കടക്കുന്നതിനുള്ള നടപ്പാതയാണ് റെയിൽവേ അധികൃതർ പൊളിച്ചു മാറ്റാൻ ശ്രമിച്ചത്. റെയിൽവേയുടെ ഈ നീക്കത്തിനെതിരെ നാട്ടുകാർ ജനകീയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. നിരവധി ജനങ്ങൾക്ക് ആശ്രയമായ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനുള്ള നടപ്പാതയും പടിക്കെട്ടുമാണ് അധികൃതർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പൊളിച്ചു മാറ്റാൻ ശ്രമിച്ചത്. പടിക്കെട്ടിന്റെ പകുതി പൊളിച്ചു മാറ്റിയതോടെ CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ജനകീയ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിഷേധം ശക്തമായതോടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ തിരക്കിനിടയിലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും രാജ്യസഭാംഗവുമായ ഇളമരം കരീം MP ഇടപെടലുമായി രംഗത്തെത്തി. ദക്ഷിണ റെയിൽവേ അധികൃതരുമായി ഫോണിൽ സംസാരിച്ച ഇളമരം കരീം വിഷയത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നവരെ നിലവിലെ സ്ഥിതി തുടരാനും ഉറപ്പുവാങ്ങി. ഈ വിഷയം അറിഞ്ഞാണ് ഇവരെല്ലാം വന്നത്, ഞാനും വന്നത്. ഞാൻ ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ മാനേജറുമായിട്ട് ഫോണിൽ സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടുത്തെ ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാതെ ബലപ്രയോഗം നടത്തരുത്. അത് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ആ നിലയിലൊരു ആലോചന നടക്കും. ഇപ്പോൾ ഇവരും പോയിട്ട് ഇവരുടെ കാര്യം പറയാം, റെയിൽവേയുടെ കാര്യം പറയാം. അങ്ങനെ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. വർഷങ്ങളായി റെയിൽവേ ട്രാക്കിന് ഇരുവശവുമായി വിദ്യാർത്ഥികളും വയോജനങ്ങളും അടക്കം നിരവധി ജനങ്ങളാണ് പ്രധാന റോഡിലേക്ക് എത്താനായി ഈ നടപ്പാത ഉപയോഗിച്ചു വരുന്നത്. റെയിൽവേയുടെ നടപ്പാത പൊളിച്ചു മാറ്റാനുള്ള നീക്കം വലിയ ബുദ്ധിമുട്ടാണ് തങ്ങൾക്ക് സൃഷ്ടിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നതാണ്. അത്രയും ആളുകളുടെ നടന്നു പോകുന്ന വഴിയാണ് ഇത്. അത് വന്നിട്ട് ആരോടും ഒരു വിവരം പറയാതെയോ ഒന്നും ചെയ്യാതെയോ നേരെ വന്നിട്ട് സ്റ്റെപ്പ് പൊളിക്കാണ്ടായത്. ഇത് പൊളിച്ചതാണെങ്കിൽ പ്രായമായ ആളുകളും സ്കൂളിൽ പോകുന്ന കുട്ടികളും എല്ലാ ജോലിക്ക് പോകുന്നവരും മുഴുവനും യാത്ര ബുദ്ധിമുട്ടായിരിക്കുന്നതായിരിക്കും. അതേസമയം സുരക്ഷാ പ്രശ്നം മുൻനിർത്തിയാണ് നടപ്പാതയും പടിക്കെട്ടും പൊളിച്ചു നീക്കുന്നതെന്നാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം. പുതിയങ്ങാടിയിലേതടക്കം നിരവധി നടപ്പാതകളാണ് റെയിൽവേ പൊളിച്ചു മാറ്റുന്നത്. CPIM പ്രവർത്തകരുടെ നേതൃത്വത്തിലെത്തിയ നാട്ടുകാർ പൊളിച്ചു മാറ്റിയ പടിക്കെട്ടുകൾ പുനഃസ്ഥാപിച്ചു. നിരവധി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചേക്കാവുന്ന റെയിൽവേയുടെ നീക്കത്തിനാണ് ഇളമരം കരീം MPയുടെ ഇടപെടലോടെ ആശ്വാസമായത്. സിയാ ഷംസുദ്ദീൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.